നമ്മുടെ നാട്ടിൽ ഭാഗവത സപ്താഹങ്ങൾ ധാരാളം ആചാര്യന്മാർ നടത്താറുണ്ടെങ്കിലും വാൽമീകി രാമായണവും മഹാഭാരതവും നവാഹങ്ങൾ അധികം നടക്കാറില്ല. വാൽമീകി രാമായണ നവാഹം കൊണ്ട് വളരെ വേഗതയിൽ വായിച്ചു തീർക്കാം. നവാഹം കൊണ്ട് ചിലപ്പോ വാൽമീകി മഹർഷി വന്നാലും മനസ്സിലാവില്ല കേട്ടോ ഇയാൾ എന്താ വായിക്കണം, അത്ര സ്പീഡിൽ വായിക്കേണ്ടി വരും. എന്നാലും നവാഹം കൊണ്ട് തീർക്കാം. പക്ഷെ നവാഹം കൊണ്ട് മഹാഭാരതം പറ്റില്ല. മഹാഭാരതം അതുപോലെ വായിച്ചു തീർക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു 40 ദിവസത്തിലധികം വേണം. 40 ദിവസത്തിലധികം വേണം. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അധികം നടക്കാറില്ല എന്നുള്ളത് ശരിയാണ്. രാമനാട്ടുകരയ്ക്ക് അടുത്തുള്ള ഒരു ആചാര്യൻ നടത്താറുണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. നമ്മൾ കോഴിക്കോട് തന്നെ നമ്മുടെ കിഴക്കമ്പാട്ട് വിനോദ് കുമാർ, ഈ കോഴിക്കോട് തന്നെ അദ്ദേഹം 41 ദിവസം കൊണ്ട് മഹാഭാരതം മുഴുവൻ വായിച്ചിട്ടുണ്ട്. ആ പരിപാടി ബിലാത്തികുളത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അവസാനത്തെ ദിവസമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഭാഗവത ഹംസം എന്നൊക്കെ പറഞ്ഞൊരു പുരസ്കാരം നമ്മൾ തന്നെ കൊടുത്തത് ഓർക്കുന്നുണ്ട്. ഈ സന്തോഷമുള്ളതാണ്. 41 ദിവസം കൊണ്ട് മഹാഭാരതം മുഴുവൻ വായിച്ച് സാമാന്യ വിശദമായിട്ടൊന്നും പറയാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം വളരെ സരസമായി പറയുമ്പോൾ ജനങ്ങൾക്ക് അത് നല്ല അഭിരുചിയുണ്ടാകും. അത് ആള് വളരെ കൂടുതലായിരുന്നു. സംഘാടകർ വിചാരിച്ചു ഈ 41 ദിവസമൊക്കെ ആൾക്കാരുണ്ടാവുക. ഉണ്ടായി എന്ന് മാത്രമല്ല, ഓരോ ദിവസം ആള് കൂടുതൽ ചെയ്യും. അതിന്റെ മുഖ്യ സംഘാടകനായിട്ട് നമ്മുടെ രഘുവീറാണ് പ്രവർത്തിച്ചിരുന്നത്. രഘുവീർ ഇവിടെ ഉണ്ടോന്നാണോ? രഘുവീറാണ് പ്രവർത്തിച്ചിരുന്നത്, ഓർമ്മയുണ്ട്. എന്ന് മാത്രമല്ല, ഇതേ വിനോദ് കുമാർജി പന്തിരാങ്കാവ് അടുത്ത് വിവിധ വർഷങ്ങളിലായിട്ട് എത്രയാ 9 ദിവസമോ 7 ദിവസമോ മറ്റോ പല പ്രാവശ്യമായിട്ട് മഹാഭാരതം പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ആരും ഇല്ല എന്നൊന്നും പറയുന്നത് വളരെ ചുരുക്കം പേരെ അങ്ങനെ വായിക്കാറുള്ളൂ. സ്വാമിജി അമൃത ടിവിയിൽ നടത്തിയത് മുടങ്ങിപ്പോവുകയും ചെയ്തു. അതെ, അത് മുടങ്ങിപ്പോയി. വാൽമീകി രാമായണം, അത് മഹാഭാരത അല്ല, വാൽമീകി രാമായണമാണ്. അത് മുടങ്ങിപ്പോയി. അത് നമുക്ക് താല്പര്യമുള്ള കാര്യത്തിലൂടെ നമുക്ക് ചെയ്യാം, ഒരു വിരോധമില്ല. അമൃത ടി വിയിൽ ഉണ്ടായിരുന്നു കുറച്ചു, എത്ര വായിച്ചു എന്നൊന്നും ഓർമ്മയില്ല. ഏതായാലും ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും ഒക്കെ വായിച്ചെടുത്തുന്ന ഓർമ്മ. 500 ചില്ലാൻ എപ്പിസോഡോ മറ്റോ ആയിരുന്നു. പിന്നെ നിന്നുപോയി.